UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ശ്രദ്ധേയമായ യുവ വനിതാ നേതൃമുഖമാണ് ഇന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ. പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പ്രതിനിധിയായി UDFിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ അഭിമാനകരമായ വിജയമാണ് നേടിയത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തും ഇന്ന് ശ്രീനാദേവിയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലുള്ളത്. ശ്രീനാദേവി തൻ്റെ പൊതുജീവിതം ആരംഭിച്ചത് CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ താൻ ഇപ്പോഴും പ്രതിനിധീകരിക്കുന്ന ഇടതുകോട്ടയായ പള്ളിക്കലിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് CPIയുടെ പ്രതിനിധിയായി ശ്രീനാദേവി വിജയിച്ചു കയറിയത്. അന്ന് ഇടതുമുന്നണിയിലെ ധാരണയനുസരിച്ച് CPIക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി ലഭിക്കുമ്പോൾ ഈ സ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്നതും ശ്രീനാദേവി തന്നെയാണ്. എന്നാൽ CPIയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയൻ്റെ അഴിമതിക്കും അയാളുടെ ചില വൃത്തികെട്ട സമീപനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ശ്രീനാദേവിക്ക് ഈ അവസരം നഷ്ടമാകുകയായിരുന്നു. ആ ഘട്ടത്തിൽ അവർ CPIയുടെ യുവജന സംഘടനയായിട്ടുള്ള AIYFിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. തനിക്കുണ്ടായിട്ടുള്ള വ്യക്തിപരമായ നഷ്ടങ്ങളെ അവഗണിച്ചുകൊണ്ട് തൻ്റെ പോരാട്ടങ്ങൾ AP ജയനെതിരെ തുടർന്ന ശ്രീനാദേവിക്ക് നേതൃത്വത്തിന് മുമ്പിൽ ജയൻ്റെ അഴിമതിയെക്കുറിച്ചുള്ള തെളിവുകൾ സഹിതം പരാതി നൽകുവാനും അതിനെ തുടർന്ന് അയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുപ്പിക്കുവാനും സാധിച്ചു. ശ്രീനാദേവി നൽകിയ തെളിവുകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ AP ജയനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ CPI പാർട്ടിയുടെ ഏറ്റവും കീഴ്ഘടകത്തിലേക്ക് അയാളെ തരം മാറ്റുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ഇടതുമുന്നണിക്കുള്ളിൽ ശക്തമായ ബന്ധങ്ങളുണ്ടായിരുന്ന AP ജയൻ പിന്നീട് സമാനതകളില്ലാത്ത ആക്രമണമാണ് ശ്രീനാദേവിക്കെതിരെ അഴിച്ചുവിട്ടത്. വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി വ്യാജ കേസുകളിൽ ഇവർ തെറ്റായി പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇടതുമുന്നണിയുടെ വനിതാ പ്രതിനിധിയായിട്ട് പോലും പിണറായി വിജയൻ്റെ പോലീസ് ഏറ്റവും അധികം വേട്ടയാടിയ ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീനാദേവി. ഏറ്റവും ഒടുവിൽ കോടതികളിലെത്തിയാണ് അനന്തമായ നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് തൻ്റെ നിരപരാധിത്വം ശ്രീനാദേവി കുഞ്ഞമ്മ തെളിയിച്ചെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലും ശ്രീനാദേവിയെ വേട്ടയാടുവാനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നുണ്ടായി. റിപ്പോർട്ടർ TV ശ്രീനാദേവിയെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം നടത്തിയതിനെക്കുറിച്ച് അവർ തുറന്നു പറച്ചിൽ നടത്തിയെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുവാനോ ആ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധക്കുറിപ്പ് ഇറക്കുവാനോ റിപ്പോർട്ടർ TV ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ റിനി ആൻ ജോർജ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദ ആരോപണം ഉയർത്തിയ വ്യക്തിത്വത്തിൻ്റെ ആ പെൺകുട്ടിയുടെ ഇരട്ടത്താപ്പും ശ്രീനാദേവിയുടെ വാക്കുകളിലൂടെയാണ് ലോകമറിഞ്ഞത്. ഈ വിഷയത്തിൽ റിനി ആൻ രാഹുൽ മാങ്കൂട്ടത്തെ അർദ്ധരാത്രിക്ക് ശേഷം വീഡിയോ കോൾ വിളിച്ചിട്ടില്ലേ എന്നും രാഹുൽ മാങ്കൂട്ടത്തോട് സീക്രട്ട് ചാറ്റിൽ വരുവാൻ ആവശ്യപ്പെട്ടിട്ടില്ലേ എന്നുമുള്ള ശ്രീനാദേവിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാനും റിനി ആൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ശക്തമായ നിലപാടുകൾ കൊണ്ടും അത് തുറന്നു പറയുവാനുള്ള ആർജവം കൊണ്ടുമാണ് ശ്രീനാദേവി കേരള ജനതയുടെ ഹൃദയത്തിൽ ഇടം നേടിയത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും UDF സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനു വേണ്ടി ശ്രീനാദേവി പ്രചരണ രംഗത്തും സജീവമായിരുന്നു. ഏതൊക്കെയാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ വളരെ സുരക്ഷിതമായ ഒരു ഭാവി ഈ യുവ നേതാവിനുണ്ടാവണമെന്നാണ് അണികളും പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നത്. സമാനതകളില്ലാത്ത വേട്ടയാടലാണ് ശ്രീനാദേവി നേരിട്ടതെന്ന് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നല്ലോ. ശ്രീനാദേവിയെ ഏറ്റവും അധികം ആക്രമിച്ചത്, അവർക്കെതിരെ അപവാദം പറഞ്ഞത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രാജൻ ജോസഫാണ്. പിണറായി വിജയനും CPMനും വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വിടുവേല ചെയ്തിട്ടുള്ള ഇയാൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വിജയിക്കുമെന്നും പിണറായിയുടെ തുടർഭരണമുണ്ടാകുമെന്നും ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. വോട്ടെണ്ണലിന് തലേ ദിവസം വരെ ഉറപ്പായും പിണറായി ഭരണമാകും ഉണ്ടാകാൻ പോകുന്നതെന്നും VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരുമെന്നും ഇയാൾ വ്യാപകമായി തൻ്റെ വീഡിയോകളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായി വളരെ ഏകപക്ഷീയമായി യാതൊരു യോജിക്കുമില്ലാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇയാളുടെ വീഡിയോകൾക്ക് ഇടതു പ്രൊഫൈലുകൾ വലിയ പ്രചരണമാണ് നൽകി വന്നിരുന്നത്. ഇത്തരത്തിൽ ഇയാളുടേതായി ശ്രീനാദേവിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള അപവാദ പ്രചരണങ്ങളും ഇടതുപക്ഷ പ്രൊഫൈലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ആരോപണങ്ങളാണ് രാജൻ ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ശ്രീനാദേവിക്കെതിരെ നിരന്തരമായി ഉയർത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ AP ജയന് വേണ്ടി ഈ പ്രവർത്തനം ഏറ്റെടുത്ത ഇയാൾ പിന്നീട് ശ്രീനാദേവി ഇയാൾക്കെതിരെ പരാതികൾ നൽകിയതോടുകൂടി ഈ ആക്രമണത്തിൻ്റെ തോത് കടുപ്പിക്കുകയായിരുന്നു. ശ്രീനാദേവിയെ മാത്രമല്ല അവരുടെ അമ്മയുൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ പോലും ഏറ്റവും നിന്ദ്യമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന നിരവധി വീഡിയോകൾ ഈ കാലഘട്ടത്തിൽ ഇയാൾ പങ്കുവെക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശ്രീനാദേവി നിരവധി പരാതികളും പോലീസിന് മുമ്പിൽ നൽകുകയുണ്ടായി. എന്നാൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുവാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ രാജൻ ജോസഫ് CPM നേതൃത്വത്തിനും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിനും എത്രത്തോളം പ്രിയങ്കരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. രാജൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാദേവിയുടെ നിരന്തര സമ്മർദ്ദ ഫലമായി കേവലം നിസ്സാര വകുപ്പുകൾ ചുമത്തിയ ഒരു കേസിൽ മാത്രമാണ് ശ്രീനാദേവി നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ പ്രതിയായിട്ടുള്ളത്.
ശ്രീനാദേവി മാത്രമല്ല, ശ്രീനാദേവിയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവർ രാജൻ ജോസഫിനെതിരെ നിരവധി പരാതികൾ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഈ ഒരു നിഷേധാത്മക സമീപനമാണ് കേരള പോലീസ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ UDF അധികാരത്തിലെത്തിയതോടെ രാജൻ ജോസഫ് തനിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഭയന്ന എന്ന കാര്യത്തിലും തർക്കമില്ല. UDF നേതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള നിരവധി വീഡിയോകളാണ് നാണവും മാനവും കെട്ട് തൻ്റെ തന്നെ ഛർദിൽ വിഴുങ്ങുന്നതുപോലെ ഇയാൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. UDF മന്ത്രിസഭയുടെ തെറ്റുകുറ്റങ്ങൾ പറയുമ്പോഴും UDFിൻ്റെ ചില നേതാക്കളെ പുകഴ്ത്തിപ്പാടുകയും ചില നേതാക്കളെ ഇകഴ്ത്തുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും ശ്രീനാദേവി ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ ശക്തമായ നിലപാടുകളുമായി രംഗത്തു വരുവാനും തനിക്കെതിരെയുള്ള പരാതികളിൽ പുനരന്വേഷണം ആവശ്യപ്പെടുവാനും സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച നിരവധി വീഡിയോകൾ രാജൻ ജോസഫ് പല ചാനലുകളിൽ നിന്നും ഇതിനോടകം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരത്തെ തന്നെ ഈ വിഷയങ്ങളിലുള്ള ഡിജിറ്റൽ തെളിവുകളും വീഡിയോകളും ശ്രീനാദേവി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ഭദ്രമാക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഏതു നിമിഷവും അവർ ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജൻ ജോസഫിനെതിരെ താൻ നൽകിയ പരാതികളിൽ നീതിയുക്തമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അത്തരത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം ഇയാൾക്കെതിരെ നടന്നാൽ തീർച്ചയായും ഇയാൾ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്താവുന്ന നിരവധി അപവാദ പ്രചരണ വീഡിയോകളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് മാത്രമല്ല, IT ആക്ടിലെ ഏറ്റവും ഗൗരവമുള്ള വകുപ്പുകൾ കൂടി ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധി കണ്ടന്റുകൾ ഇയാൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശ്രീനാദേവിയെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കളെ പോലും അധിക്ഷേപിക്കുന്ന പല വീഡിയോകളും ഇയാളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. KC വേണുഗോപാലും VD സതീശനും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അടക്കമുള്ള നേതാക്കൾ ഇയാളുടെ ഇരകളാണ് എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഇയാളെപ്പോലൊരു മാധ്യമ പ്രവർത്തകനെ മുതിർന്ന നേതാക്കൾ അവഗണിച്ചു വിടുന്നത് ഇയാളെ ആളാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് അവരോട് അടുത്ത കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ രാജൻ ജോസഫിനെ വെറുതെ വിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീനാദേവി ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അവരുടെ പോരാട്ടം ഫലപ്രാപ്തിയിലെത്തുവാൻ സാധ്യതയുമുണ്ട്. രാജൻ ജോസഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രീനാദേവിയുടെ എതിർപ്പ് മാത്രമല്ല ഇയാൾക്ക് പ്രതികൂലമാകുന്ന ഘടകം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന നിരവധി പ്രവർത്തകരുടെയും അണികളുടെയും ഹൃദയവികാരങ്ങളെ ഇയാൾ കഴിഞ്ഞ കാലങ്ങളിൽ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയനു വേണ്ടി വിടുവേല ചെയ്യുവാനായി കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ നിരന്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുക എന്നതാണ് രാജൻ ജോസഫിൻ്റെ മാധ്യമ പ്രവർത്തന ശൈലി എന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവും ഇയാൾക്കെതിരെ വിട്ടുവീഴ്ച ചെയ്യുവാൻ സാധ്യതയില്ല. ഈ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില വീഡിയോകൾ ഡിലീറ്റ് ചെയ്തത് കൂടാതെ കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തിക്കൊണ്ടുള്ള വീഡിയോകൾ പങ്കുവച്ചും ഇയാൾ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ തമ്മിലടിപ്പിക്കുന്ന വീഡിയോകളും ഇയാൾ പുറത്തുവിടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫിന് ഇനിയുള്ളത് കഷ്ടകാലമാണെന്ന് ഉറപ്പിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് കോൺഗ്രസ് യുവ വനിതാ നേതാവായിട്ടുള്ള ശ്രീനാദേവിയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശക്തമായ പരാതികളുമായി അവർ മുൻപോട്ട് പോകും. പോലീസ് കേസെടുക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ CMP ഫയൽ ചെയ്ത് കോടതിയെ സമീപിച്ചുകൊണ്ട് പുനരന്വേഷണത്തിന് ഉത്തരവ് നേടുവാനുള്ള ശ്രമങ്ങളും ശ്രീനാദേവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ രാജൻ ജോസഫിൽ ഒതുങ്ങുമോ എന്ന സംശയവും ഇപ്പോൾ ചില രാഷ്ട്രീയ വൃത്തങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് രാജൻ ജോസഫിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള AP ജയനെ പോലുള്ള പ്രമുഖ നേതാക്കളിലേക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ അന്വേഷണം എത്തിച്ചേർത്താൽ അത് CPIക്കും ഇടതുമുന്നണിക്കും വലിയ രീതിയിൽ പ്രതിസന്ധിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫിനെ പോലുള്ള നെറുകെട്ട മാധ്യമ പ്രവർത്തകർക്ക് മൂക്കുകയറിടേണ്ട സമയം അതിക്രമിച്ചു എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം അത്രമാത്രം നിന്ദ്യമായിട്ടുള്ള വിഷം വമിപ്പിക്കുന്ന ആളുകളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന സ്ത്രീകളുടെ ചാരിത്രത്തെ പോലും അവഹേളിക്കുന്ന നിരവധി വീഡിയോകൾ നിരന്തരമായി പങ്കുവെക്കുന്ന ഇയാൾ അഴിക്കുള്ളിലാവേണ്ട വ്യക്തിത്വമാണ്. ഇയാളുടെ വീഡിയോ പ്രചരണം തന്നെ അവസാനിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് പോലും ഇയാൾ ഒരു അപമാനമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. മദ്യാസക്തിയുള്ള ഇയാൾ ചില ഘട്ടങ്ങളിലൊക്കെ അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സ തേടുവാറുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫിനെ പോലുള്ളവർക്ക് മൂക്കുകയറിടുവാൻ ആർജവമുള്ള ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഉള്ളപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ശ്രീനാദേവിയെപ്പോലുള്ള വനിതകൾ മുൻപോട്ട് പോകുമ്പോൾ അത് കേരളത്തിന് നൽകുന്ന സന്ദേശം വളരെ നല്ലതാണ്. ഇത്തരത്തിൽ ആരെയും എന്തും പറയാവുന്ന തലത്തിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അധപ്പതിക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി ഇത്തരമൊരു ആക്ഷൻ ഉണ്ടായാൽ അതൊരു സന്ദേശമായി നൽകപ്പെടുകയും ചെയ്യും. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.